ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ വിഭവമാണ്. ചിക്കനട. ചിക്കനട എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് ഈ ചിക്കനട. എല്ലായിടത്തും അല്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ പഴയകാലം തൊട്ടേ ഉണ്ടാക്കാറുള്ളതാണ് ഈ ചിക്കൻ. അടയുടെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് ഉണ്ടാക്കുക. ഞാനപ്പോൾ ഫില്ലിങ് എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചിക്കനട ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ അടയിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ ഒരു പാനിൽ നമ്മൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് വെക്കണം കേട്ടോ, മാറ്റിയിട്ട്. ഞാൻ അപ്പോൾ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ട് വേവിച്ച് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തായാലും മതി, അതിലേതെങ്കിലും 1 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊന്ന് മാറുമ്പോൾ 2 സവോള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വലിയ സവോളയാണെങ്കിൽ 1 മതി, ഇടത്തരം വലിപ്പത്തിലുള്ളതാണെങ്കിൽ 2 സവോള, ചെറിയതാണെങ്കിൽ 3 സവോള. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റാം. ഇതൊന്നും നന്നായിട്ട് ബ്രൗൺ കളറിൽ ആവണ്ട, എന്നാലും സവോള സോഫ്റ്റ് ആവണം. സവോള പച്ച കടിക്കരുത്, സവോള സോഫ്റ്റ് ആവണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാതും ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, മീറ്റ് മസാല, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഒരുമിച്ച് ചേർക്കാം. എല്ലാം പൊടികളാണല്ലോ, എല്ലാതും മുക്കേണ്ടതുമാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒരുമിച്ച് ചേർക്കാം. ഇനി മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം നന്നായിട്ട് പോകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ച് വയ്ക്കുന്നതാണ്. ഇനി നമ്മൾ വാങ്ങുന്ന പൊടി വറുത്തിട്ടാണോ എന്നറിയില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ മസാലകളൊന്നും വറുത്തതിന് ശേഷമാണ് പൊടിച്ച് വയ്ക്കുന്നത്. ഈ പൊടികളെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് എല്ലിൽ നിന്നും ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നന്നായിട്ട് ഈ മസാല, ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലകളൊന്നും ഇല്ലല്ലോ, വെറുതെ നമ്മൾ ഉപ്പ് മാത്രം ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മസാല ഇതിലേക്ക് ചേരണം. അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് നമ്മൾ വഴറ്റണം. കഴിഞ്ഞാൽ പിന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ഇതിനോട് നന്നായിട്ട് ചേരണം. അപ്പോൾ തേങ്ങ ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ വറുത്ത ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങ ചേർക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഉപ്പ് കുറവ് തോന്നി, അപ്പോൾ തേങ്ങയുടെ ഉപ്പും ചേർത്തു. ഇനി എല്ലാതും മിക്സ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്യുക. തേങ്ങ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്തൊന്നും കാണാത്ത പോലെ അതിലേക്ക് ചേരണം. അതുപോലെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ചിക്കനയുടെ ഫില്ലിങ് ആർക്കും ഇഷ്ടമുള്ള എന്ത് ഫില്ലിങ് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് നമ്മൾ ഇളക്കി നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവസാനം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചേർത്തു പൂർണ്ണമായി. ഇനി നമുക്ക് അടയ്ക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഗോതമ്പടയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പട ഇഷ്ടമില്ലാത്തവർക്ക് അരിപ്പൊടി വെച്ചിട്ടുള്ള സാധാരണ അട ചൂടാ. ഫില്ലിങ് ഈ ചിക്കനായാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ്. അപ്പോൾ അതായത് നല്ല സോഫ്റ്റ് ആവും അട. അല്ലെങ്കിൽ ഗോതമ്പട എന്ന് പറഞ്ഞാൽ നമ്മൾ ചുട്ട് വരുമ്പോൾ ഒരു ഇത്തിരി ബലം പോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചൂടുവെള്ളത്തിലാണ് കുഴക്കണമെങ്കിൽ അതുണ്ടാവില്ല, കുറച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിൽ അടയുടെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി കുഴക്കുന്നേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുറച്ച് വെന്ത് കഴിയുമ്പോൾ കുറച്ച് ബലം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചിങ്ങനെ ലൂസാക്കി പരത്തിയെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് ഒന്നും കൂടെ സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ഏകദേശം 2 ടീസ്പൂൺ, കൂടി വന്നാൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അത്ര മതി. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി എത്ര എടുത്തതെന്ന് പറഞ്ഞില്ല, ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 1/2 ടീസ്പൂൺ ഉപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ, കാരണം മസാലയിലൊക്കെ ഉപ്പുണ്ടല്ലോ. അപ്പോൾ 2 ഉപ്പും കൂടി ചേരുമ്പോൾ പാകത്തിന് ഉപ്പാവും. അപ്പോൾ നമ്മൾ സാധാരണ അട പരത്തണ പോലെ ഒരു ഉരുള എടുക്കുക, ഇലയിൽ വയ്ക്കുക, നമ്മൾ പരത്തി കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കനം കുറച്ച് പരത്തണം, കനം കൂടരുത്. കനം കൂടിയിട്ട് കഴിക്കുമ്പോൾ അത്ര
രുചി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കനം കുറച്ച് പരത്തിയെടുക്കുക, അരികൊക്കെ ഭംഗിയാക്കി. പിന്നെ നമുക്ക് ഫില്ലിങ് എത്ര ഇഷ്ടമാണോ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ വെക്കണമെങ്കിൽ കുറേ വയ്ക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് മതി. പക്ഷെ കുറച്ചധികം ഫില്ലിംഗ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ അത്രയ്ക്കും ഫില്ലിങ് വെക്കുക. ഇതുപോലെ നമ്മൾ ഓരോ അടയും അടയും പരത്തിയെടുക്കുക. ഇനി നമുക്കത് ഒന്നുകിൽ നമ്മൾ പാനിൽ ചുട്ടെടുക്കാം. പാനിൽ ചുട്ടെടുക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ആവിയിൽ വേവിക്കാം. ഞാൻ ഇപ്പോൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസമായിട്ട് നമുക്കത് ആവിയിൽ വേവിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടി എനിക്ക് രുചി കൂടി തോന്നിയിട്ടുള്ളത് ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഏകദേശം കുറഞ്ഞ തീയിൽ വേണ്ടി വരും. ഒരു 10 മിനിറ്റ് എന്തായാലും വേണം. അപ്പോൾ നമുക്കിതിങ്ങനെ കരിയാതെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ അട റെഡിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഗോതമ്പ് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ അരിപ്പൊടി വെച്ച് ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഒരുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുത്താൽ നമ്മുടെ ചിക്കൻ അട റെഡി. ഈ ചിക്കൻ അട ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ചപ്പാത്തി ചിക്കൻ കൂടി കഴിക്കുന്ന ആ ടേസ്റ്റ് ആയിരിക്കും എന്ന്. പക്ഷെ അല്ല, ചപ്പാത്തി ചിക്കൻ്റെ എല്ലാ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഗോതമ്പ് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് അരിപ്പൊടി ചേർക്കാം, റാഗി ചേർക്കാം, അല്ലെങ്കിൽ റവ വെച്ചിട്ട് ഉണ്ടാക്കാം. റവ വയ്ക്കുമ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി മിക്സ് ചെയ്ത് നല്ലതായിരിക്കും. അപ്പോൾ ശരിക്കും നമുക്ക് അടയാക്കി ചുട്ടെടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഇത് വെച്ച് വ്യത്യാസങ്ങളോടെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ ഈ ചിക്കൻ അട.